ഹലോ നമസ്കാരം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹോം വർക്കൗട്ട് വീഡിയോസാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ നാട്ടിൽ ഒട്ടുമിക്ക ആൾക്കാരും അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ കാലുകൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കാലുകൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള എണ്ണയോ അല്ലെന്നുണ്ടെങ്കിൽ കുഴമ്പുകളോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ് പതിവ്. സ്വയമൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുമുണ്ട്, ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നവരുമുണ്ട്. പക്ഷേ നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും നമ്മൾ എത്ര ഗുളികകൾ കഴിച്ചാലും നമ്മളിത് എന്തൊക്കെ കുഴമ്പുകൾ ഇട്ടാലും എണ്ണകൾ പുരട്ടിയാലും നമ്മുടെ ഈ കാലുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് പെർമനന്റ് ആയിട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. നിങ്ങൾക്ക് കുറച്ച് സമയം ഒരു ആശ്വാസമൊക്കെ കിട്ടുമെങ്കിലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ അനുഭവമുള്ളവർ കാണും കേട്ടോ. ഈ വീഡിയോ കാണുന്നവർക്കെല്ലാം തന്നെ ഇത് അനുഭവമുള്ളതായിരിക്കും. ആ ഗുളികളൊക്കെ കഴിച്ച് കുറച്ച് ദിവസം ഒരു ആശ്വാസം കിട്ടും, പിന്നെയും പഴയ അവസ്ഥ തന്നെയാണ്. അപ്പം ഇത് മാറ്റാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കാലുകൾക്ക് സ്ട്രെങ്ത് കിട്ടുന്ന എക്സസൈസുകൾ ചെയ്യുക. നിങ്ങളുടെ കാലുകളിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യായാമങ്ങൾ ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങളുടെ കാലുകൾക്ക് സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു പെർമനന്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ ഇതിന് കണ്ടെത്താനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, നിങ്ങൾ ഈ ലേപനങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുഴമ്പുകളൊക്കെ പുരട്ടി സമയം കളയുന്നതിന് പകരം ഞാൻ ഇന്നൊരു 4 വ്യായാമങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. വിശദമായിട്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരും. അപ്പോൾ ഈ 4 വ്യായാമങ്ങൾ നിങ്ങൾ വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഈ കാലുകളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് ഒരു പരിധി വരെ നമുക്ക് മറികടക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് ചെയർ സ്ക്വാട്ട് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ആണ്. ഓക്കെ, അപ്പം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ചെയർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഒരു ചെയറിനടുത്തായിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഈ വീഡിയോയിൽ കാണുന്ന കണക്ക് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ ചെസ്റ്റ് ഒക്കെ അപ്പ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വ്യായാമം പരിശീലിക്കാവുന്നതാണ്. ഈ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തൈ മസിൽ, നിങ്ങളുടെ തുടഭാഗത്തെ പേശികൾ ശക്തമാകും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹാംസ്ട്രിങ് മസിൽസ്, നിങ്ങളുടെ ഗ്ലൂട്ട് മസിൽസിനൊക്കെ നല്ല പ്രയോജനം കിട്ടുന്ന ഒരു വ്യായാമമാണിത്. അപ്പം പല ആൾക്കാരും ചോദിക്കും, എനിക്ക് ഭയങ്കര മുട്ടുവേദനയാണ്, ഞാനിത് എങ്ങനെ ചെയ്യും എന്നുള്ളത്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾ കുറഞ്ഞ റെപ്പിറ്റേഷൻ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരെണ്ണമേ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരെണ്ണം ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്തുകൊണ്ട് ഈ വ്യായാമത്തെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആക്കി എടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് വലിയ ഗുണങ്ങളാണ് ഈ ഒരു വ്യായാമം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ തെറ്റായ ഫോമിൽ ചെയ്യാതിരിക്കുക. നട്ടെല്ലൊക്കെ എപ്പോഴും നിവർത്തി നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ചെസ്റ്റൊക്കെ അപ്പ് ചെയ്തുകൊണ്ട് വളരെ സാവധാനത്തിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് എഴുന്നേൽക്കാം. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 10 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റ് നിങ്ങൾ ചെയ്യുക. ആദ്യം ഒരു 10 എണ്ണം ചെയ്യുക, വീണ്ടും നിങ്ങൾ റെസ്റ്റ് എടുത്തതിന് ശേഷം 10 എണ്ണം ചെയ്യുക, വീണ്ടും 10 എണ്ണം ചെയ്യുക. ആദ്യത്തെ ആഴ്ച നിങ്ങൾക്ക് ഇങ്ങനെ പരിശീലിച്ച് നോക്കാം. രണ്ടാമത്തെ ആഴ്ച ആകുമ്പോഴേക്കും നിങ്ങൾ ഇതിൻ്റെ എണ്ണം ഒന്നും കൂടെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യം നമ്മൾ 10 റെപ്പിറ്റേഷനാണ് ആദ്യത്തെ ആഴ്ച ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ ആഴ്ച നമ്മൾ ചെയ്യുമ്പോൾ ഒരു 11 ഇതിനെ ഉയർത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് എന്നും നിങ്ങൾ ചെയ്യേണ്ട വ്യായാമങ്ങളല്ല. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത്, സ്ക്വാട്ട് എന്ന് പറയുന്ന എക്സസൈസ്. രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ചെയറിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ലെഗ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന എക്സസൈസ് ആണ്. ഇത് വളരെയേറെ പ്രയോജനമുള്ള ഒരു എക്സസൈസ് ആണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യാനായിട്ട് ഒരു ചെയറിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. നട്ടെല്ലൊക്കെ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെ സാവധാനത്തിൽ പരിശീലിക്കാവുന്നതാണ്. ഓക്കെ, വളരെ സാവധാനത്തിൽ നിങ്ങൾ ഒരു കാല് പതുക്കെ ഉയർത്തുക, സാവധാനത്തിൽ താഴ്ത്തു കൊണ്ടുവരിക. അപ്പോൾ പറഞ്ഞല്ലോ, വളരെ സാവധാനത്തിൽ പരിശീലിക്കുക. ഉയർത്തി ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, സാവധാനത്തിൽ കാല് താഴ്ത്തു കൊണ്ടുപോവുക. അങ്ങനെ 2 കാലിലും നമ്മൾ മാറി മാറിയാണ് പരിശീലിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് 10 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഒരു കാലിൽ 10 റെപ്പിറ്റേഷൻ വെച്ചിട്ട് 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഈ എക്സസൈസിന് പ്രധാനമായിട്ടും കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തൈ മസിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആവും. ഓക്കെ, നിങ്ങളുടെ തൈയുടെ ഭാഗം, നിങ്ങളുടെ തുടഭാഗം നല്ല രീതിയിൽ സ്ട്രോങ് ആവുന്നതിനോടൊപ്പം നിങ്ങൾക്ക് കാൽമുട്ട് വേദനയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് തന്നെ നമ്മുടെ മുട്ട് ഭാഗമൊക്കെ സ്ട്രെങ്ത് ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഒരു എക്സസൈസ് നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കും. അപ്പോൾ രണ്ടാമത്തെ എക്സസൈസ് ആണിത്. ഓക്കെ, സീറ്റഡ് ലെഗ് എക്സ്റ്റൻഷൻ. നമ്മുടെ മൂന്നാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ കാഫ് മസിൽസ്, ഓക്കെ, നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്ന് അറിയപ്പെടുന്ന നമ്മുടെ കാഫ് മസിൽസിനെ സ്ട്രോങ് ആക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ഭിത്തിയുടെ സമീപത്തായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ നിൽക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കാലിൻ്റെ വിരൽ താഴെ കുത്തുക. താഴെ കുത്തിയതിന് ശേഷം നിങ്ങൾ മുകളിലേക്ക് ഉയരുക. ഓക്കെ, മനസ്സിലായല്ലോ? കാലിൻ്റെ വിരലുകൾ താഴെ കുത്തി നിങ്ങൾ മുകളിലേക്ക് ഉയരുക. നിങ്ങൾ 1 സെക്കൻഡ് മുകളിൽ ഹോൾഡ് ചെയ്യുക. സാവധാനം താഴ്ത്തു വരിക. വീണ്ടും ഉയർന്ന് 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. സാവധാനം താഴ്ത്തു വരിക. നിങ്ങളുടെ കാഫ് മസിൽസിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുക. നിങ്ങളുടെ കാഫ് മസിൽസിലോട്ട് സ്ട്രെങ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 10 റെപ്പിറ്റേഷനുള്ള 3 സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ രണ്ടാമത്തെ ആഴ്ച ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഓരോ റെപ്പിറ്റേഷൻ അല്ലെങ്കിൽ 2 റെപ്പിറ്റേഷൻ നിങ്ങൾ കൂട്ടി ചെയ്യാനായിട്ട് ഇൻറ്റൻസിറ്റി കൂട്ടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെയറിൽ ഇരുന്നുകൊണ്ട്, നിങ്ങളുടെ ബെഡിൽ ഇരുന്നുകൊണ്ട് ഈ എക്സസൈസ് പരിശീലിക്കാവുന്നതാണ്. അപ്പം സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. 1 സെക്കൻഡ് മുകളിൽ കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യുക. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. നാലാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ കാലുകൾക്ക് ഫുള്ളായിട്ട് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. നിങ്ങൾ 2 കാലുകളും ഒരേപോലെ ഉയർത്തി ഹോൾഡ് ചെയ്യുന്ന ലെഗ് എക്സ്റ്റൻഷൻ ഹോൾഡിങ് എന്ന് പറയുന്ന എക്സസൈസ്. അപ്പം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയറിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെഡിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം 2 കാലുകളും നിവർത്തി, മടങ്ങാതെ നിവർത്തി മുകളിൽ കൊണ്ടുവന്ന് നിങ്ങൾ 5 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. 5 സെക്കൻഡെങ്കിലും മാക്സിമം നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നിങ്ങൾ സാവധാനത്തിൽ കാലിനെ താഴോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ പൂർവ്വസ്ഥിതിയിൽ നിങ്ങൾ എങ്ങനെയാണോ കാല് പൊക്കിയത് ആ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഇതേപോലെ തന്നെ ആവർത്തിക്കുക. നിങ്ങൾക്ക് 5 റെപ്പിറ്റേഷനെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ് തുടക്ക സമയത്ത്. ഓക്കെ, ആദ്യത്തെ ആഴ്ച നിങ്ങൾ 5 റെപ്പിറ്റേഷനെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 3 എണ്ണമെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ ആഴ്ച അതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളുടെ കാലുകളുടെ മസിൽസിനെ പൂർണ്ണമായിട്ടും സ്ട്രെങ്ത് ആക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന 4 ലെഗ് സ്ട്രെങ്തനിങ് എക്സസൈസുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ കുഴമ്പുകളും പുരട്ടി എണ്ണയും പുരട്ടി നിങ്ങളുടെ സമയത്തെ വെറുതെ ഇല്ലാതാക്കി കളയാതെ നിങ്ങൾ ഈ 4 എക്സസൈസുകൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനിയും നമുക്ക് ഒരുപാട് വ്യായാമങ്ങളുണ്ട്, പക്ഷെ ഈ 4 എണ്ണം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തുടക്ക സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങളുടെ കാലുകൾക്കുണ്ടാകുന്ന വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ.